കൊച്ചി നഗരത്തിലെ ആളൊഴിഞ്ഞ ബഹുനില കെട്ടിടം ആളനക്കമോ വെളിച്ചമോ ഇല്ലാത്തതിനാൽ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണിത്. രാത്രി സമയങ്ങളിൽ അനാശാസ്യ പ്രവർത്തനവും ലഹരി ഇടപാടുകളും ഉൾപ്പെടെ നടക്കുന്ന സ്ഥലം. ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട കാമുകനൊപ്പം 24-കാരിയായ യുവതി കെട്ടിടത്തിന് മുകളിലേക്ക് പോയത് കണ്ടവരുണ്ട്. ഇതിന് സമീപത്തിരുന്ന് മദ്യപിച്ചിരുന്ന 3-അംഗ സംഘം അവരുടെ പിന്നാലെ പോയി. 10-ാം നിലയിലെത്തിയപ്പോൾ മദ്യപ സംഘം കാമുകന്റെ കഴുത്തിൽ കത്തിവെച്ച് പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചു. അതിക്രമത്തിനിടെ വിവസ്ത്രയായ യുവതി 10-ാം നിലയിൽ നിന്ന് ഫയർ ഗോവണിയിലൂടെ ഇറങ്ങി ഓടിയാണ് രക്ഷപ്പെട്ടത്. MBA-കാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ 3 പ്രതികളും പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ലഹരിക്കടിമകളായ സംഘം കൊടും കുറ്റവാളികളെന്നാണ് പോലീസ് പറയുന്നത്. കൊച്ചിയിലെ നൈറ്റ് ലൈഫ് സുരക്ഷിതമാണെന്ന പൊതുബോധത്തെ തകിടം മറിക്കുന്ന ഞെട്ടിക്കുന്ന സംഭവമാണ് നടന്നത്. ആളൊഴിഞ്ഞ കെട്ടിടത്തിലെത്തിയ MBA ബിരുദധാരിയായ യുവതിക്ക് നേരെ പീഡനശ്രമമുണ്ടായത് നടുക്കത്തോടെയാണ് നഗരവാസികൾ കേട്ടറിഞ്ഞത്. സ്വകാര്യ സ്ഥാപനത്തിലെ HR വിഭാഗം ജീവനക്കാരിയാണ് ബലാത്സംഗ ശ്രമത്തിന് ഇരയായത്. സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സ്വദേശി ഡാനിഷ്, കൊല്ലം സ്വദേശി രാഹുൽ, അരൂർ സ്വദേശി സഞ്ജയ് ഉല്ലാസ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ റിസർവേഷൻ സെന്ററിന് പിന്നിലെ വിവേകാനന്ദ റോഡിൽ വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന ബ്ലൂമോണ്ടെ ഹോട്ടലിന്റെ 10-ാം നിലയിൽ ചൊവ്വാഴ്ച രാത്രി 10-നായിരുന്നു സംഭവം. യുവതിയും എറണാകുളം സ്വദേശിയായ ആൺസുഹൃത്തും കെട്ടിടത്തിന്റെ മുകൾ നിലയിലേക്ക് പോകുമ്പോൾ പ്രതികൾ താഴത്തെ നിലയിൽ മദ്യപിക്കുകയായിരുന്നു. തുടർന്ന് പ്രതികൾ ഇരുവരെയും പിന്തുടരുകയും യുവതിയെ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുകയുമായിരുന്നു. അവർ വിസമ്മതിച്ചതോടെ ആൺസുഹൃത്തിനെ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി യുവതിയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു. ശരിക്കും ഇവർ നടക്കാനിറങ്ങിയ സമയത്ത് മഴ നനഞ്ഞ സമയത്ത് ഇവർ ബിൽഡിങ്ങിനകത്തോട്ട് കയറിയ സമയത്താണ് ഈ 3 പേര്, ഈ ആക്രമണകാരികളെ 3 പേര്, ഡാനിഷ്, രാഹുൽ, പിന്നെ വേറൊരു പ്രതി, ഈ 2 പ്രതി ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ ശരിക്കും ഈ കുട്ടിയെ കത്തി വെച്ചിട്ട് ഈ പെൺകുട്ടിയെയും വലിച്ചടിച്ച് മുകളിൽ പോവുകയാണ് ചെയ്യുന്നത്. അന്ന് റേപ്പ് അറ്റംപ്റ്റാണ് നടന്നിട്ടുള്ളത്. അപ്പം മറ്റ് കാര്യങ്ങൾ വേറെ ഒന്നുമില്ല. ഇപ്പോൾ റേപ്പ് നടന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് അതിലൊരു കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇയാളെ പ്രതിയെ പിടിക്കാൻ നമ്മൾ ശരിക്കും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. യുവതിയുടെ വസ്ത്രങ്ങൾ പ്രതികൾ വലിച്ചുകീറി. മാനഭംഗത്തെ ശക്തമായി ചേർത്ത യുവതി കെട്ടിടത്തിന്റെ 10-ാം നിലയിൽ നിന്ന് ഫയർ എക്സിറ്റ് ഗോവണിയിലൂടെ ഇറങ്ങി ഓടിയാണ് രക്ഷപ്പെട്ടത്. ബൈക്കിന്റെ രജിസ്ട്രേഷൻ നമ്പർ പിന്തുടർന്നുള്ള അന്വേഷണത്തിൽ പ്രതി രാഹുലിന്റെ ഫോൺ നമ്പറാണ് പോലീസിന് ലഭിച്ച ആദ്യ തുമ്പ്. രാഹുലിൽ നിന്നും കൂട്ടുപ്രതികളുടെ വിവരം ലഭിച്ചു. ഫോൺ ലൊക്കേഷൻ നോക്കി പോലീസ് എത്തുമ്പോൾ താമസ സ്ഥലത്ത് ഡാനിഷ് ഉണ്ടായിരുന്നില്ല. ഇയാളുടെ ഫോൺ പരിസരത്തെ ഒരു മൊബൈൽ കടയിൽ ചാർജ് ചെയ്യാൻ കുത്തിയിട്ടതായി കണ്ടെത്തി. ബുധനാഴ്ച വൈകിട്ട് ഡാനിഷ് വരുന്നത് കണ്ട് പിടികൂടാൻ ശ്രമിച്ചെങ്കിലും കമ്മട്ടിപ്പാടം ഭാഗത്തേക്ക് ഓടി റെയിൽവേ ട്രാക്കിന് സമീപത്തെ തോട്ടിൽ ചാടിയപ്പോഴാണ് കസ്റ്റഡിയിലെടുത്തത്. ജീപ്പിൽ കയറ്റിയപ്പോഴും കൈവിലങ്ങുമായി ഇറങ്ങിയോടാൻ ഇയാൾ ശ്രമം നടത്തി. ഇതിനിടെ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ SI സുബോധിന് പരിക്കേറ്റു. അപ്പോൾ ഇവൻ ശരിക്കും ആ കടയിലോട്ട് കയറാൻ നിൽക്കുന്ന ജസ്റ്റ് ഞങ്ങൾ കണ്ടപ്പോൾ എന്നെ ഐഡന്റിഫൈ ചെയ്തു. പോലീസാണെന്ന് എങ്ങനെ മനസ്സിലായി. മഫ്തിയിലായിരുന്നു. ആ സമയം അവൻ ഓടാൻ ശ്രമിച്ചപ്പോഴത്തേനെ പിടിച്ചത് എന്നെ തള്ളി മാറ്റിയപ്പോഴാണ് ഞാൻ വീണു. ചെറിയൊരു പരിക്കുണ്ട്. അപ്പോൾ അതിനുശേഷം വീണ്ടും ഞങ്ങൾ എഴുന്നേറ്റ് ഓടി, എൻ്റെ പിന്നാലെ ഓടി, വേറൊരു വീട് വഴിയൊക്കെ ഓടി അതിനെ തോട്ടിച്ചാടി. ഒരു തോടുണ്ട് റെയിൽവേ ട്രാക്കിനപ്പുറത്ത്. അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ വീണ്ടും അവനെ എടുത്ത് സ്റ്റേഷൻ ജീപ്പിൽ തൊളിയൊക്കെ എടുത്ത് ഞങ്ങൾ വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി അവനെ വീണ്ടും സ്റ്റേഷനകത്ത് ജീപ്പിനകത്ത് കൊണ്ടുവന്ന ഭാഗത്ത് വീണ്ടും ഒരു പുല്ലേപ്പടി ഭാഗത്ത് എത്തിയപ്പോഴത്തേക്ക് ബ്ലോക്കായപ്പോൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി ഓടി. അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ പിടിച്ചുകൊണ്ട് വരികയാണ് ചെയ്തത്. ഡാനിഷ് കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ പോക്സോ ഉൾപ്പെടെ 14 കേസുകളിൽ പ്രതിയാണ്. കൊല്ലം പരവൂരിൽ ഇയാളുടെ പേരിൽ കവർച്ചാ കേസുമുണ്ട്. രാഹുൽ 2 കേസുകളിൽ പ്രതിയാണ്. 3-ാം പ്രതി സഞ്ജയ് ഉല്ലാസ് വധശ്രമ കേസിലെ പ്രതിയാണ്. 3 പേരും എറണാകുളം സൗത്ത് സ്റ്റേഷൻ പരിസരത്തെ ഇടറോഡുകളിൽ വഴിയാത്രക്കാരെ രാത്രി കത്തികാട്ടി കവർച്ച നടത്തി വരികയാണെന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് 18 കൊച്ചി.